ഫ്രണ്ട്സ്, നമ്മളിന്നോട് പഠിക്കാൻ പോകുന്ന ഒരു കെമിസ്ട്രി ഒരു കൊച്ചു ടോപ്പിക്കാണ്. ചെറുതാണെങ്കിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മളോട് പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ്, മെറ്റൽസ്, മെറ്റലോൺസ്, ഇതിനെല്ലാത്തിനും ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്. ദെൻ അടുത്തത് കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ബോറോൺ, ബാരിയം. ഈ 5 ഐറ്റംസും കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ബോറോൺ, ബാരിയം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. എങ്ങനെ ഓർത്തിരിക്കാം? ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കിയേ. ബി, ബി, പി, എസ്, സി. ബി, ബി, പി, എസ്, സി. B for boron, another B for barium, P for potassium, S for sodium, C for calcium. B, B, P, S, C കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. ഓക്കെ, ഇനി അടുത്ത് നൈട്രജൻ. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ്. നൈട്രോ, റൂദർ, നമ്മളിതുപോലെ തന്നെയല്ലേ ഒരു റൂദർഫോർഡിനെ പറ്റിയിട്ടും പഠിച്ചത്, മറക്കുന്നില്ലേ? സോ നൈട്രജൻ ആരിൻ്റെ ഒരു കളിയണ്ട, റൂദർഫോർഡ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യുറാനിയം. കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലപ്രോത്ത്. നമുക്കിപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ ഇതൊക്കെ ഒത്തിരി ഫെമിലിയർ വേർഡായി തുടങ്ങിയില്ലേ. സോ ഇവിടെ നമ്മൾ ഒരു UK അങ്ങോട്ട് പഠിക്കാം. U ഫോർ യുറാനിയം, K ഫോർ ക്ലപ്രോത്ത്. യുറാനിയത്തിലത്തെ യുവും ക്ലപ്രോത്തിലത്തെ കെയും എടുക്കാം. മാർട്ടിനൊക്കെ ഒത്തിരി പലയിടത്തും നമ്മൾ പഠിച്ച് കേട്ടിട്ടുണ്ടാവും. സോ യുറാനിയം കണ്ടുപിടിച്ചത് ക്ലപ്രോത്ത് എന്ന് പഠിക്കാം. UK യുറാനിയം, ക്ലപ്രോത്ത്. ഓക്കെ, ദെൻ റാഡിയം. റാഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരി, നോബൽ പ്രൈസൊക്കെ ജേതാവായ മാഡം ക്യൂരി. റാഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരി. ഓക്കെ, ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ. ഇവിടെ എന്ത് പഠിച്ചു? ഒരു BBPSC പഠിച്ചു അല്ലേ. B ഫോർ ബോറോൺ, ബാരിയം, പൊട്ടാസ്യം, സോഡിയം ആൻഡ് കാൽസ്യം. BBPSC കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. നൈട്രജൻ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ആറിൻ്റെ കളി നൈട്രജൻ, റൂദർഫോർഡ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എർത്ത് ക്രസ്റ്റിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഓക്സിജൻ 6 വെച്ചിട്ടുള്ള കളി 46.6%. നൈട്രജൻ കണ്ടുപിടിച്ചത് ആറിൻ്റെ കളി റൂദർഫോർഡ്. ഓക്കെ, അങ്ങനെ എർത്ത് ക്രസ്റ്റിൽ സിലിക്കൺ എത്ര ശതമാനം? ഒന്ന് ഓർത്ത് നോക്കിയൊക്കെ. ഓക്കെ, സോ നൈട്രജൻ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. യുറാനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലപ്രോത്ത്. UK എന്ന് പഠിക്കാം. യുറാനിയം ബൈ ക്ലപ്രോത്ത്. റാഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരി. പൊളിനിയം കണ്ടുപിടിച്ചതും മാഡം ക്യൂരി തന്നെയാണ് കേട്ടോ. സോ റാഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരി. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ. സോ നെക്സ്റ്റ് വൺ ഈസ് അയോഡൈൻ. അയോഡിൻ കണ്ടുപിടിച്ചത് ബെർണാഡ്. അയോഡിൻ കണ്ടുപിടിച്ചത് ബെർണ. ഇതെങ്ങനെ ഓർക്കാം? അയോഡിൻ IODINE. ഈ ഡി ഉണ്ടല്ലോ, അതൊന്ന് മറിച്ചിട്ട് ബി. അയോഡിനത്തെ ഡിയും ബെർണാഡിലത്തെ ബിയും. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് രക്ഷയുള്ളൂ. അയോഡിൻ, ഡി, ബെർണാഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ ബെർണാഡ് ബി വെച്ച് തുടങ്ങുന്ന ആരും ആണെന്നെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. സോ അയോഡിൻ കണ്ടുപിടിച്ചത് ബെർണാഡ് എന്നാലും പഠിച്ചു വയ്ക്കാം. അയോഡിൻ കണ്ടുപിടിച്ചത് ബെർണാഡ്. ദെൻ ക്ലോറിൻ. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ. C ഫോർ സി, H ഫോർ എച്ച് എന്ന് പഠിച്ച പോലെ ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ എന്നെങ്കിലും പഠിക്കാം. കാൾ വിൽഹം ഷീലി. ക്ലോറിൻ കണ്ടുപിടിച്ചത് C വെച്ച് തുടങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്, കാൾ. ഓക്കെ, ഇനി മഗ്നീഷ്യം കാർബൺ ഡൈ ഓക്സൈഡും കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. മഗ്നീഷ്യവും കാർബൺ ഡൈ ഓക്സൈഡും കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. അലീസ് കാർബൺ ഡൈ ഓക്സൈഡ് വാഹനത്തിൽ നിന്ന് വരുന്ന കറുത്ത പുക, ബ്ലാക്ക് സ്മോക്ക്, കറുത്ത പുക. ആ ബ്ലാക്കും ഈ ബ്ലാക്കായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ മഗ്നീഷ്യം കണ്ടുപിടിച്ചതും കാർബൺ ഡൈ ഓക്സൈഡും കണ്ടുപിടിച്ചതും ജോസഫ് ബ്ലാക്ക് എന്ന് ഓർക്കാം. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിസ്കവറീസ്.
ഓക്സിജൻ ബൈ ഒരു പുരോഹിതൻ, ഹൈഡ്രജൻ ബൈ എച്ച് ഹെൻറി, സെലിനിയം, സിലിക്കോൺ, തോറിയം കണ്ടുപിടിച്ചത് ബെർസീലിയസ്, ക്രിപ്റ്റോൺ, നിയോൺ, സെനോൺ കണ്ടുപിടിച്ചത് വില്യം റാംസേ, BBPSC, ബോറോൺ, ബാരിയം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം കണ്ടുപിടിച്ചത് ഹാംഫ്രി ഡേവി, നൈട്രജൻ 6 ഫോർ റൂദർഫോർഡ്, യുറാനിയം UK ബൈ ക്ലപ്രോത്ത്, റാഡിയം ആൻഡ് പൊളിനിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂറി, ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ ആൻഡ് അയോഡൻ. ഡീനൊന്ന് തിരിച്ചിട്ടു ബി കിട്ടി. ഓക്കെ, ഡീനൊന്ന് തിരിച്ചിട്ടു ബി കിട്ടി. ബെർണാഡ്. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ, C4C. മഗ്നീഷ്യം ആൻഡ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ഇനി ഇൻവെൻഷൻസ്. അപ്പോൾ ഇൻവെൻഷൻസും ഡിസ്കവറീസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഡിസ്കവറീസിൻ്റെ എക്സാമ്പിളാണ് പുതിയ ഇനം പൂക്കൾ, ബാക്ടീരിയ, കൊറോണ, നിപ്പ പോലത്തെ ബാക്ടീരിയ, സ്നേക്ക്. ആൻഡ് ഇൻവെൻഷൻസിൻ്റെ എക്സാമ്പിളാണ് AC, ഫ്രിഡ്ജ്. ഓക്കെ, അപ്പം ഇനി ഇൻവെൻഷൻസ്. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോഡി. എങ്ങനെ ഓർത്തിരിക്കാം? SO, ഐസോ, S4. ഐസോടോപ്പിൻ്റെ എസും പിന്നെ സോഡിന്ന് കൂടി എടുത്താൽ മതി. അതിൻ്റെ ഒപ്പം DDY. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് സോഡി എന്നതിലും പഠിക്കും. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോഡി. ഓക്കെ, അത് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹാരോൾ യുറേ. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹാരോൾ യുറേ. ഓക്കെ, ഓസോൺ. ഓസോൺ കണ്ടുപിടിച്ചത് അടുത്തൊരു ക്രിസ്ത്യനാണ്, ഒരു ക്രിസ്ത്യൻ. അങ്ങനെ നീ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാ? ഓർക്കുന്നോ? ഓക്സിജൻ കണ്ടുപിടിച്ചത് ഓക്കെ, ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ. ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ. ഓസോൺ ലെയർ കണ്ടത് ഞാൻ ആദ്യമായിട്ട് FBയിലാണെന്ന് വിചാരിച്ചാൽ മതി. ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. ഈ ചാൾസും ഹെൻറിയും നമ്മൾ ഒത്തിരി ഫെമിലിയർ ആവാൻ പോവുകയാണെങ്കിൽ, സോ പെട്ടെന്നൊരു ഓപ്ഷൻ വന്നാൽ നമുക്ക് കുത്താൻ പറ്റില്ല. സോ ഓസോൺ ലെയർ കണ്ടുപിടിച്ചത് FBന്നെങ്കിലും പഠിക്കാം. ലാസ്റ്റത്തെ ആൾക്കാരുടെ നെയിം നോക്കിയാൽ മതി. FB. ഫാബ്രി ബ്യൂസണെങ്കിലും ഓർത്തിരിക്കാം. ഓസോൺ ലെയർ കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. ഓക്കെ, പഠിക്കേണ്ടായിരുന്നല്ല കേട്ടോ, ഓർത്തിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഓസോൺ ലെയർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഓസോൺ ലെയർ ഞാൻ ആദ്യമായിട്ട് കണ്ടത് FBയിലാണ് പഠിക്കാം, ഹെൻറി ബ്യൂസൺ. ഇനി അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അക്വർ ചെയ്യാം. ആസിഡുകളായ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആസിഡുകൾ കണ്ടുപിടിച്ചത് ഒരു മുസ്ലിം സഹോദരൻ, ജബീർ ഖാൻ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അക്വർജിയ കണ്ടുപിടിച്ചത് ജബീർ ഇബൻ ഹയാൻ. അറ്റ്ലീസ്റ്റ് ജബീറിനെങ്കിലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആസിഡുകളായ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അക്വർജിയ കണ്ടുപിടിച്ചത് ജബീർ. ക്വാസി ക്രിസ്റ്റൽ ബൈ ഡാനിലും പഠിക്കാം. ക്രിസ്റ്റൽസ് കാണാൻ ഒത്തിരി ഭംഗിയല്ലേ? ക്രിസ്റ്റൽസിൽ ദാനമായി കിട്ടിയതിലും പഠിക്കും. അപ്പോൾ ക്വാസി ക്രിസ്റ്റൽ ബൈ ദാനമായി കിട്ടിയ ക്രിസ്റ്റൽസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഐസോടോപ്പ്, അതിലത്തെ SO, പിന്നെ ഒരു DDY, സോഡി. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോഡി. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹാരോൾ യുറേ. ഓസോൺ കണ്ടുപിടിച്ചത് ഒരു ക്രിസ്റ്റ്യനാണ്. ഓസോൺ ലെയർ ഞാൻ ആദ്യമായിട്ട് കണ്ടത് FBയിലാണ്, ഫാബ്രി ആൻഡ് ബ്യൂസൺ. ആസിഡുകളായ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ആൻഡ് അക്വർജിയ കണ്ടുപിടിച്ചത് ഒരു ജബീർ. ഓക്കെ, പിന്നെ ക്രിസ്റ്റൽസ് എല്ലാം എനിക്ക് ദാനമായി കിട്ടി. ഓക്കെ, ദെൻ അലോട്രോപ്പ് ഓഫ് ഹൈഡ്രജൻ. അല്ലെങ്കിൽ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ? ഓർക്കുന്നോ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് H4H, ഹെൻറി കാവൻഡിഷ്. അത് നമ്മൾ ഡിസ്കവറീസിലുള്ള ടോപ്പിക്കിൽ പഠിച്ചു. അങ്ങനെ അലോട്രോപ്പ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതും വീണ്ടും ഉരച്ചത് തന്നെയാണ് ഹേസൻബർഗ്. അലോട്രോപ്പ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹേസൻബർഗ്. സിമൻറ്റ്, ഫെമിലിയർ വേർഡ് അല്ലേ? സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പെഡിൻ. ജോസഫ് ഏട്ടൻ്റെ സിമൻറ്റ് കട. സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പെഡിൻ. ഇനി നമ്മൾക്ക് ഒരു കെമിസ്ട്രി പഠിച്ച ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ് ഇലക്ട്രോലിസിസ്. കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ. ഇലക്ട്രോലിസിസ് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ.
ഈ ഈനൊന്ന് മറിച്ചിട്ട് ഇങ്ങനൊരു ഷേപ്പ് കിട്ടുന്നില്ലേ? അപ്പോൾ എം വെച്ച് തുടങ്ങണമെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ വയ്ക്കാം. ഇലക്ട്രോലിസിസ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ. ഇലക്ട്രോലിസിസ് കണ്ടുപിടിച്ചത് എം, മൈക്കിൾ ഫാരഡേ. അതുപോലെ തന്നെ ബെൻസിൻ ഗ്യാസ് കണ്ടുപിടിച്ചതും മൈക്കിൾ ഫാരഡേ. ആ ബീനൊന്ന് മറിച്ചിട്ടേ, ഇതിലത്തെ എം മാത്രം എടുത്താൽ മതി. ബെൻസിൻ ഗ്യാസ് കണ്ടുപിടിച്ചതും മൈക്കിൾ ഫാരഡേ. ഇലക്ട്രോലിസിസ് കണ്ടുപിടിച്ചതും ബെൻസിൻ ഗ്യാസ് കണ്ടുപിടിച്ചതും മൈക്കിൾ ഫാരഡേ. ഓക്കെ. ദെൻ സോഡ വാട്ടറിൽ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഈ ജോസഫ് പ്രീസ്ലി നമ്മൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇതിന് മുന്നേ ഏതെങ്കിലും ഡിസ്കവറീസ്? പ്രീസ്റ്റ്, വൈദികൻ, എന്താ കണ്ടുപിടിച്ചത്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. സോഡ വാട്ടർ കണ്ടുപിടിച്ചതും ജോസഫ് പ്രീസ്ലി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ്. ഓക്കെ. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ഫ്രാങ്ക് വില്ലാർഡ് ലിബി. ഓക്കെ. ഇവിടെ എന്തൊക്കെ പഠിച്ചു? അലോട്രോപ്പ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ്. സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. ഇലക്ട്രോലിസിസ് EM. ഓക്കെ, ഓർക്കുന്നില്ലേ? ഇലക്ട്രോലിസിസ് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ. ബെൻസിൻ ഗ്യാസ് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ. സോഡ വാട്ടർ ആൻഡ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ്. ABC, B കഴിഞ്ഞാൽ C. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ്. അറ്റ്ലീസ്റ്റ് ബ്ലീച്ചിങ് ചാൾസ് ഫേമസ് ആണ്, ടെനന്റ് അത്ര ഫേമസ് അല്ല. BT കോട്ടൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നതാണ് BT കോട്ടൺ. സോ B ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ T ഉണ്ടെന്ന് അർത്ഥാക്കുക ഉത്തരത്തിൽ. T ഫോർ ടെനന്റ്, BT. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ്. ദെൻ കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ഫ്രാങ്ക് വില്ലാർഡ് ലിബി. ദെൻ ലാസ്റ്റ് ടു വൺ ഈസ് മാച്ച് ബോക്സ് കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. ജോൺ എന്ന് ഒരു കുട്ടി നടന്നുകൊണ്ട് മാച്ച് ബോക്സ് വരച്ച് കളിച്ചു. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. മാച്ച് ബോക്സ് കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. ആൻഡ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ പ്രൈസ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഡൈനാമിറ്റ്. ആൽഫ്രഡ് നോബൽ ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്. 1901 ഡിസംബർ 10 അന്ന് മുതലാണ് നോബൽ പ്രൈസുകൾ വിതരണം ചെയ്തു തുടങ്ങിയത്. ടോട്ടലി ആറ് കാറ്റഗറീസിനാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്, എക്കണോമിക്സ്, ഈ 6 കാറ്റഗറിക്കാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഈ നോബൽ പ്രൈസിൻ്റെ ഇപ്പോൾ വ്യക്തിയാരാണ്? സ്വീഡിഷ്കാരനായ ആൽഫ്രഡ്. 1901 ഡിസംബർ 10 മുതലാണ് ആൽഫ്രഡ് നോബലിൻ്റെ ബഹുമാനാർത്ഥം മൂലം നോബൽ പ്രൈസുകൾ കൊടുത്തു തുടങ്ങിയത്. ആൽഫ്രഡ് നോബൽ കണ്ടുപിടിച്ചതാണ് ഡൈനാമിറ്റ്. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കുകളപ്പോൾ ഏതൊക്കെയാണ്? മോസ്റ്റ് അബണ്ടൻറ്റ്, കെമിസ്ട്രിയിലെ ലോഹങ്ങളും സംയുക്തങ്ങളും ഘടകങ്ങളും, ഈ എർത്ത് ക്രസ്റ്റ്, അറ്റ്മോസ്ഫിയർ എത്രമാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ, ഭൂമിയിൽ, ജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകങ്ങൾ, മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കി. ദെൻ ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്, ഇതിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഓർക്കുന്നില്ലേ? സോ പ്ലീസ് റിവൈസ് ഇറ്റ്. സ്റ്റാൻഡ് യു വൺ. താങ്ക് യു.